ഇപ്പോൾ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണിയുടുക്കാത്ത താരങ്ങളെ മതിയെന്നും തുണിയുടുക്കാത്ത താരം എന്നാൽ എല്ലാവരും ഇടിച്ചു കയറും എന്നുമാണ് യു പ്രതിഭ MLA-യുടെ വിമർശനം. അതോടൊപ്പം തന്നെ നടൻ മോഹൻലാലിനെയും വിമർശിക്കുന്നുണ്ട്. ഒരു ടെലിവിഷൻ ഷോയെക്കുറിച്ചാണ് പറയുന്നത്. അത് ബിഗ് ബോസ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരുന്നത്. യു പ്രതിഭയെ പോലെയുള്ള ഒരു MLA, അതും ഇടതുപാളയത്തിൽ നിന്നുള്ള ഒരു MLA ഇത്തരത്തിൽ പരാമർശിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഒന്നാമത്തെ കാര്യം, യു പ്രതിഭ മാഡം ഈ തുണി ഉടുക്കാത്ത അല്ലെങ്കിൽ അല്പവസ്ത്രധാരികളായ നടിമാരെ കുറിച്ച് പറഞ്ഞത് വളരെ സ്വാഗതാർഹവും പൂർണ്ണമായ പിന്തുണയും നൽകുന്നു. ഇതൊക്കെ ഞാൻ അടക്കമുള്ള ആൾക്കാർ എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലെ പ്രധാന ഉദ്ഘാടകർ ആരാണ്? ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചു വരികയും ആ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ആംഗിളിൽ ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മുടെ നാട്ടിലെ പ്രധാന ഉദ്ഘാടകർ. ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതുപോലുള്ളവരായിരുന്നില്ല നമ്മുടെ മുമ്പത്തെ ഉദ്ഘാടകർ. സുകുമാർ കൊട്ടാരനെ പോലെയോ അല്ലെങ്കിൽ സാമൂഹിക കാര്യങ്ങൾ പറയുന്നതോ സാംസ്കാരിക കാര്യങ്ങൾ പറയുന്നതോ ആൾക്കാരായിരുന്നു. അതിൽ നിന്ന് ഡ്രസ്സിന്റെ നീളം പരമാവധി കുറച്ച് വരുന്നവരെ കുറിച്ചല്ലേ. ഇത് തന്നെ കുറച്ചു ദിവസവും മറ്റൊരു കോൺടെക്സ്റ്റിൽ ഫസൽ ഗഫൂർ സാറും പറഞ്ഞിരുന്നു, പണ്ട് മാറു മറയ്ക്കാനായിരുന്നു സമരം, ഇന്ന് മാറു തുറന്നു കാട്ടാനാണ് സമരം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നിഷ്പക്ഷമായും ഈ നാട്ടിലെ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, പരമാവധി ക്ലീവേജ് കാണിച്ചു വരികയും ശരീരഭാഗങ്ങൾ കാണിച്ചു വരികയും ചെയ്യുന്ന അഭിനേത്രിമാരാണോ നമ്മുടെ ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത്? സ്കൂള് മുതൽ ഉദ്ഘാടനം ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അവർ ഉദ്ഘാടനത്തിന് ഞാൻ പോകേണ്ടതില്ലെങ്കിൽ എനിക്ക് പോകാതിരിക്കാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഈ അല്പവസ്ത്രധാരികളായ ഒരു നടിയും ഒരു നടനും നിങ്ങൾ വരൂ, നിങ്ങൾ വന്നേ പറ്റൂ എന്നൊന്നും ശാഠ്യം പിടിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അവർ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അവർ ഉദ്ഘാടനം ചെയ്യുന്നു, പോകുന്നു. അവിടെ കൃത്യമായ മറുപടി പറയാം. അതിന് കൃത്യമായ മറുപടി. ഉദാഹരണം പേരെടുത്തു, നമ്മളെല്ലാം ആദരിക്കുന്ന വളരെ മികച്ച അഭിനേത്രിയായ നമ്മുടെ അമല പോൾ എറണാകുളത്തെ സെയിന്റ് ആൽബർട്ട്സ് എന്ന് പറയുന്ന പ്രശസ്തമായ സരസ്വതി ക്ഷേത്രം വിദ്യാലയത്തിൽ പോകുന്നുണ്ട്. ഏറ്റവും റിവീലിംഗ് ആയിട്ടുള്ള ടോപ്പ് വിട്ട് അവിടെ പോകുന്നത് ഒരു സ്കൂളിന്റെയോ കോളേജിന്റെയോ ഒരു സരസ്വതി ക്ഷേത്രത്തിന്റെയോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയോ സാഹചര്യത്തിന് അനുകൂലമാണോ? എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും അവരങ്ങനെ നൈറ്റ് ക്ലബിൽ പൊക്കോട്ടെ, ആർക്കും എതിരല്ല. പക്ഷേ അവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടേക്ക് ആരാണ് വിളിക്കുന്നത്? അവിടുത്തെ പിള്ളേരാണ് വിളിക്കുന്നത്. ആ പിള്ളേരുടെ കൾച്ചർ ആർക്കാണ് പ്രശ്നം? അവർക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കാര്യം പിള്ളേരാണ്, അവർക്ക് പല കാര്യങ്ങളും അറിയില്ല. സമൂഹത്തിന് കുറച്ച് എത്തിക്സ് ഉണ്ട്, ഫാമിലി വാല്യൂസ് ഉണ്ട്. കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അറിയില്ല എന്ന് നമ്മളാണോ തീരുമാനിക്കേണ്ടത്? അല്ല, കോളേജിൽ അറിയില്ല എന്നല്ല, ഇത് ഇത്തരം എക്സ്പോസിംഗ് ആയിട്ടുള്ള കൾച്ചർ നമ്മൾ നിർത്തണം. സണ്ണി ലിയോണിമാരല്ല അമലാപ്പോളും സണ്ണി ലിയോണി. രാഹുൽ ഈശ്വർ, എന്റെ മിതമായ സംശയം, ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ പൂർവികർ ഉണ്ടല്ലോ, അവരുടെ വസ്ത്രധാരണ രീതികളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയല്ലേ രാഹുൽ വസ്ത്രം ധരിക്കുന്നത്, രാഹുലിന്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അത്തരം വസ്ത്രധാരണ രീതികളാണ് ഇഷ്ടമെങ്കിൽ അവരത് ധരിക്കട്ടെ എന്നല്ലേ നമുക്ക് പറയേണ്ടതുള്ളൂ. അതിൽ നിന്നും കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ എന്റെ പൂർവികരും താങ്കളുടെ പൂർവികരും മരവുരികൾ ധരിച്ചായിരുന്നു. അതിനും കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാട്ടിലായിരുന്നു. അതിലൊരു തർക്കവുമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ നഗ്നതയിൽ നിന്ന് മരവുരുവിലേക്ക് മാറുന്നുവെങ്കിൽ, പിന്നീട് പച്ച ഇലകൾ ധരിച്ചുവെങ്കിൽ, പിന്നീട് വസ്ത്രങ്ങൾ ധരിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ റിവേഴ്സ് ആയി പോക്കുണ്ടാകുമെന്നേ. അത് കാലഘട്ടമാണ് തീരുമാനിക്കുക. നമ്മൾ സംസ്കാര സമ്പന്നമായി മുമ്പോട്ടല്ലേ പോകേണ്ടത്, പിമ്പോട്ടാണോ പോകുന്നത്? അതാണോ സംസ്കാരത്തിന്റെ ഐഡന്റിറ്റി എന്നുള്ളതാണ് നമുക്കറിയില്ല. സംസ്കാരത്തിന്റെ ഐഡന്റിറ്റിയിൽ ഏറ്റവും പ്രധാന കാര്യങ്ങളിലൊന്ന് മാന്യമായി വസ്ത്രം ധരിക്കുകയാണ്, ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുകയാണ്. ഞാൻ രാഹുൽ താങ്കൾ പറയുന്ന ഈ മാന്യമായ വസ്ത്രധാരണം എന്നത് കാലഘട്ടമല്ലേ നിശ്ചയിക്കുക എന്നുള്ളതാണ് എന്റെ സംശയം. ആ കാലഘട്ടം നിശ്ചയിക്കുന്നതാണ് യു പ്രതിഭ MLA പറയുന്നത്. അങ്ങനെയാണ് ഒരുപാട് പേർ, ഫസൽ ഗഫൂർ സാർ പറയുന്നത്, രാഹുൽ ഈശ്വർ പറയുന്നത്. കാര്യം നമ്മുടെ സ്കൂളുകളും കോളേജുകളും സെക്ഷുവലൈസ് ചെയ്യപ്പെടരുത്, കമോഡിഫിക്കേഷൻ ചെയ്യപ്പെടരുത്, ഒബ്ജക്ടിഫിക്കേഷൻ ചെയ്യപ്പെടരുത്. സ്ത്രീ ശരീരത്തെ ഭോഗവസ്തുവായി കാണിക്കുന്ന വിൽപ്പന ചരക്കാക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കുക, IPL ക്രിക്കറ്റ് മാച്ചിനിടയിൽ പോലും മൈക്രോ മിനീസ് കെട്ടിരുന്ന പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നത് പെൺകുട്ടികളെ ഇഷ്ടമുള്ളതുകൊണ്ടാണോ? ക്രിക്കറ്റിനെ ഇഷ്ടമുള്ളതുകൊണ്ടാണോ? സ്ത്രീ ശരീരം വിൽക്കുകയാണ്. സ്ത്രീ ശരീരത്തെ ഉപഭോഗ വസ്തുക്കളായി കണ്ട് കമോഡിഫൈ ചെയ്യുകയാണ്. എന്നിട്ട് അതിനെ ഫെമിനിസം എന്ന് വിളിച്ച്, അതിനെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് വിളിച്ച് നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ പണ്ട് ദ്രൗപദി വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ദ്രൗപദി കരയുകയായിരുന്നു. കൃഷ്ണൻ വന്ന് ദ്രൗപദിയെ രക്ഷിച്ചു. ഇന്ന് കൃഷ്ണനെ സദാചാര പോലീസ് എന്ന് വിളിക്കും. ശ്രീകൃഷ്ണൻ വന്ന് ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്താൽ നീ ആരാ എനിക്ക് വസ്ത്രം? കരഞ്ഞപ്പോഴാണ് ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ എന്താണ് ഇങ്ങനെ ചരിത്രത്തെ, അല്ലെങ്കിൽ ഇത് മിത്താകട്ടെ എന്ന് പറഞ്ഞേ, അവിടെ എവിടെയാണ് കൃഷ്ണൻ ഇടപെട്ടത്? അല്ലല്ല, താങ്കൾ പറയൂ രാഹുൽ ഈശ്വർ, കൃഷ്ണൻ ഇടപെട്ടത് കൃഷ്ണന്റെ താല്പര്യാർത്ഥമല്ല,
ദ്രൗപദി കരഞ്ഞപ്പോഴും കേണപ്പോഴുമാണ്. അത് ദ്രൗപദിക്ക് പ്രശ്നമുണ്ടായിരുന്നു. താങ്കൾ പറയുന്ന കോൺഗ്രസ് ഇവിടെ യോജിക്കാൻ പറ്റില്ല. കാരണം ഈ വസ്ത്രം ധരിക്കുന്ന സ്ത്രീക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഓക്കെ, അതിൽ ആർക്കാണ്, അതായത് വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നുവെങ്കിൽ നമ്മൾ അതിൽ ഇടപെടണം. അതിനപ്പുറത്ത് ഈ ധരിക്കുന്ന സ്ത്രീക്ക് പ്രശ്നമില്ല, വിളിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല, അവിടെ വന്ന ആളുകൾക്ക് പ്രശ്നമില്ല എങ്കിൽ അവിടെ കൃഷ്ണൻ ചമയേണ്ട ഒരാവശ്യവുമില്ല. നമ്മൾ അവിടെയാണ് ഒറ്റക്കല് താങ്കൾ പറഞ്ഞാണ് പോയിന്റ്. പണ്ടത്തെ ദ്രൗപദിമാർക്ക് ഈ വിഷയത്തിൽ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ദ്രൗപദിമാർ റീലിനും ലൈക്കിനും റീച്ചിനും വേണ്ടി ശരീരഭാഗങ്ങൾ കാണിക്കാൻ തയ്യാറാകുകയാണ്. അതായത് അവർക്ക് പ്രശ്നമില്ല എങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, ദ്രൗപദിയുടെ സ്വാതന്ത്ര്യമല്ലേ അത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് കാലഘട്ടം മാറുമ്പോൾ പുതിയ ദ്രൗപദിമാർക്ക് വസ്ത്രം ധരിക്കാത്തതാകാൻ താല്പര്യം, അതല്ലേ അവരുടെ സ്വാതന്ത്ര്യം. അങ്ങനെ വസ്ത്രധാരണ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സെക്ഷുവൽ അനാർക്കി, ലൈംഗിക അരാജകത്വമുള്ള ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ലൈംഗിക അരാജകത്വമുള്ള ലോകത്തിലൂടെ മാത്രമാണോ ലൈംഗിക അരാജകത്വത്തെ തീരുമാനിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു, അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു നരാധമന് ശിക്ഷ നൽകുന്നുണ്ട്. ആ കുട്ടിയുടെ ഏത് വസ്ത്രമാണ് രാഹുൽ ഈശ്വർ അയാളെ പ്രേരിപ്പിച്ചത്? അതുപോലുള്ളവർക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഇതുപോലുള്ളവർ ചെയ്യുന്നത്. അതായത് ഇത്രമാത്രം ഈ സ്ത്രീപീഡകരുള്ള ലോകത്ത് അതുപോലുള്ളവർക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് ഈ നടിമാർ ചെയ്യുന്നത്. കാര്യം സമൂഹത്തിൽ ഈ അമിതമായ ലൈംഗികാസക്തി എന്നുള്ള കാര്യം കടത്തിവിടുകയും അത് സമൂഹത്തിന്റെ ലൈംഗികാസക്തി എന്നത് പുരുഷന് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ലല്ലോ ആണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇത് 2 പേർക്കും ഉണ്ട്. പക്ഷെ കുറെ കൂടെ മാന്യമായി വസ്ത്രം ധരിക്കണം. അല്ല പേരെടുത്തും കൂടെ പറഞ്ഞാൽ, ഇനി വ്യക്തമായ പേരെടുത്തും കൂടെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലേ ഏറ്റവും ബഹുമാനാർത്ഥം ഞാൻ ശ്രീമതി ഹണീർ അല്ലെങ്കിൽ കുമാരി ഹണീറോസിനെയും കുമാരി റിനിയെയും വിമർശിച്ചത്. ആ വിമർശനം തന്നെയല്ലേ ഇന്ന് യു പ്രതിഭ MLA മറ്റൊരർത്ഥത്തിൽ പേരെടുക്കാതെ പറഞ്ഞത്. ശരി, ഞാൻ സമയപരിമിതിയുണ്ട്, അതല്ലെങ്കിൽ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ ഇടപെടുകയാണ്. പരസ്യത്തിന്റെ കൊമേഴ്സ്യൽ ബ്രേക്കിന്റെ സമയമാണ്, അതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. വളരെയധികം നന്ദി രാഹുൽ ഈശ്വർ. ഒരു കാര്യം പറയുന്നു, യു പ്രതിഭയ്ക്കും രാഹുൽ ഈശ്വറിനുമൊക്കെ അവരുടെ അഭിപ്രായം പറയാം. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു ഇടപെടലായി ഈ വിഷയത്തെയോ നോക്കിക്കാണേണ്ടതില്ല. പക്ഷേ ആ അഭിപ്രായം സമൂഹത്തിന് നിരക്കുന്നതാണ്, പുതിയ കാലഘട്ടത്തിന് നിരക്കുന്നതാണ് എന്നതിലാണ് സംശയം.